സാറേ, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമൊക്കെ അവസാനിച്ചില്ല. പല പല രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുമെന്നാണ്. അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയ പരിശോധനയിൽ അവിടെ ആണവായുധങ്ങളൊന്നും ഇല്ല, വലുതായിട്ട് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെയുണ്ട്. അതുകൊണ്ട് അതൊരു 90% എത്തിയാൽ ഉറപ്പായിട്ടും അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ബൈഡൻ ഭരണകൂടം തന്നെ ഇറാനെതിരെ നിലപാടുമായി മുന്നോട്ട് വരുന്നത് കേൾക്കുന്നു. ശരിയാണത്? അങ്ങനെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമ്മൾ മാത്രമല്ല കേൾക്കുന്നത്, ഇറാനും അത് കൺവിൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇറാൻ അതിൽ അങ്ങനെ കൺവിൻസ്ഡ് ആയെന്നുള്ളതിൻ്റെ തെളിവാണ് അവരിപ്പോൾ ഒരു പുതിയ മിലിറ്ററി എക്സർസൈസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഇഖ്തദാർ എന്നാണ്. ഇഖ്തദാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൈറ്റ്, ശക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ അവരുടെ ശക്തി കാണിക്കാനായിട്ട് ആകുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കാര്യം, ഈ എയർഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എയർ ഡിഫൻസസിനെ നല്ല ടൈറ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ആർമി തൊട്ട് എയർഫോഴ്സുള്ള എല്ലാവരുടെയും കൂടിയുള്ള ശക്തി പ്രകടനങ്ങൾ ത്രൂ ഔട്ട് ദി കൺട്രി നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ന്യൂക്ലിയർ പ്ലാന്റ്സിൻ്റെ ചുറ്റും, പ്രത്യേകിച്ച് നത്താൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു മെയിനായിട്ടുള്ള ന്യൂക്ലിയർ പ്ലാന്റ്, അതിൻ്റെ ചുറ്റും IRGC എന്ന് പറഞ്ഞിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ. അപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ആൾക്കാർ അതിൻ്റെ ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. ഏത് സാഹചര്യം വന്നാലും നേരിടാനായിട്ടൊക്കെ ഉറച്ചു. അപ്പോൾ ഇറാന് തന്നെ ഏകദേശം ബോധ്യമായിട്ടുണ്ട് ഈ ആക്രമണം നടക്കും എന്നുള്ളത്. അതായത് ഈ മിലിറ്ററി അറ്റോമിക് എനർജിയുടെ സ്ഥലങ്ങൾ ആക്രമിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിച്ചേക്കാം. അതുകൂടാതെ ഇസ്രായേൽ ഇടപെടാതെ തന്നെ അമേരിക്ക ആക്രമിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. കാരണം ജനുവരി 20 ആകാനായിട്ട് ട്രംപ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ബൈഡനാണെങ്കിൽ ഈ വകയിലൊന്നും തലയിടാൻ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒന്നിലും പെടാതെ നടക്കുക എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസിഡൻസിന് സാധാരണ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കുന്ന ലെയിം ഡക്ക് അല്ലെങ്കിൽ ലെയിം ഡക്ക് പ്രസിഡന്റ് എന്നാണ് പറയുക. അപ്പോൾ ബൈഡൻ ഈസ് എ ലെയിം ഡക്ക് പ്രസിഡന്റ് നൗ. കാരണം ട്രംപാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ സാധാരണ അവർക്ക് ഉള്ള പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നത്തിങ് എന്നുള്ളതാണ്. ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, വാർത്തയിൽ വരണ്ട, എല്ലാം ശാന്തമായിട്ട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു മാവിൻ്റെ ഇല വീഴുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളറിയാതെ ഉറങ്ങി പോകുന്ന പോലെ പ്രസിഡന്റ് അറിയാതെ അങ്ങ് മാറിപ്പോകും. അത്രയേ ഉള്ളൂ. അതാണ് ബൈഡൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം ട്രംപ് വിൽ അസ്യൂം ഓഫീസ് എനി ടൈം നൗ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ബൈഡൻ അങ്ങനെ വെറുതെ അങ്ങോട്ട് പോവല്ല, എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ അവർ ലക്ഷ്യമിടുകയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട് അവരുടെ, ജാക്ക് സള്ളിവൻ എന്ന് പറഞ്ഞിട്ട്. ജാക്ക് സള്ളിവനും മറ്റ് അഡ്വൈസേഴ്സും എല്ലാ ഡിഫൻസ് സെക്രട്ടറി, സെക്യൂരിറ്റി അഡ്വൈസർ എല്ലാവരും കൂടി ഒരു സീക്രട്ട് മീറ്റിംഗ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ അവർ ബൈഡന് കൊടുത്ത അറിയിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ദി റൈറ്റ് ടൈം ആൻഡ് ദി റൈറ്റ് ടൈം. ഇതാണ് നല്ല പറ്റിയ സമയം ആക്രമിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ എയർ ഡിഫൻസസ് എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് ഇപ്പോൾ 2 പ്രാവശ്യം ഇസ്രായേൽ ആക്രമിച്ച് കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം അതിപ്പോൾ 1979 ആ ലെവലിൽ തന്നെയാണ്. അതിൽ ഈ ഷാ പോയ പിന്നെ ഒരു ഡെവലപ്മെൻ്റ് അവിടെ എയർഫോഴ്സിനൊന്നും വന്നിട്ടില്ല. പിന്നെ പ്രോക്സീസൊക്കെ ഡിസ്മാൻഡിൽഡ്, ഈ പറഞ്ഞ ഹിസ്ബുള്ള മറ്റതൊക്കെ എല്ലാത്തിനെയും ഒരു നിരപ്പാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും വലിയ ശല്യം ഉണ്ടാവില്ല. പിന്നെ ഈ വക സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇറാനിലെ റഷ്യയും ഈ അറ്റാക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴാണ് ആക്രമിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. 1 മാസം മുമ്പ് സീക്രട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈഡന് പക്ഷേ ഹി വാസ് ഹെസിറ്റൻറ്റ്. അങ്ങനെ താല്പര്യമൊന്നുമില്ലായിരുന്നു, ഒരു ആക്രമണത്തിനുള്ള ഒരു മൂഡില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ 2020 ഈ ഓഫീസ് അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്തായാലും ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഇറാനെ സമ്മതിക്കില്ല, അത് ആ സാഹചര്യം എന്തായാലും ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പതുക്കെ കുറച്ച് കിട്ടിയ സൗകര്യം വെച്ച് കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബൈഡനും ചെയ്യാവുന്ന ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ വക്കത്തെത്തിയാണെങ്കിൽ ചെയ്യാവുന്ന 2 കാര്യങ്ങളുള്ളൂ. ഒന്ന് ന്യൂക്ലിയർ ഡീൽ, ഇവർ തമ്മിൽ ഒരു ട്രീറ്റി പോലെ സൈൻ ചെയ്യാം. പക്ഷേ അത് 1 പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ല, ട്രംപ് വന്നപ്പോൾ അതൊക്കെ കളഞ്ഞു. അതുകൊണ്ട് ആ കാര്യം നടക്കില്ല. പിന്നെ ഉള്ളത് ന്യൂക്ലിയർ സൈറ്റ്സ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബൈഡനുണ്ടായിരുന്ന ഒരു പ്രശ്നം,
ഈ ന്യൂക്ലിയർ സ്ഥലം അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിന് എവിഡൻസ് വേണം, ഇവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഒരിക്കലും ഇറാൻ പറയുന്നില്ല. ഇറാൻ പറയുന്നത് ഞങ്ങളിവിടെ ഭയങ്കര സമാധാനമാണ്, ഇവിടെ ഉണ്ടാക്കുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് IAEA, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അവരുടെ ഒരു റിപ്പോർട്ട് വന്നു, ഇറാൻ്റെ കയ്യിൽ ആവശ്യത്തിന് 60% വെപ്പൺസ് ഗ്രേഡ് ഈ പ്ലൂട്ടോണിയം ഉണ്ട്, അല്ലെങ്കിൽ യുറേനിയം മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അറിവായി. അപ്പോൾ ഈ 60%-ൽ നിന്ന് 90% ആക്കാനായിട്ട് അധികം താമസമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്കുള്ളിലൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ കഴിയും. മാത്രവുമല്ല അത് 3 ആഴ്ച കിട്ടിക്കഴിഞ്ഞാൽ 5 വെപ്പൺസ് വരെ പോകാവുന്ന രീതിയിൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഈ ന്യൂക്ലിയർ ഇന്ധനം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അത് പെട്ടെന്ന് നിർമ്മിക്കാനും പറ്റും. കാരണം അവരുടെ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്നത്. അത് വെച്ച് പെട്ടെന്ന് തന്നെ ഇതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇറാനിൽ നിലവിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ അമേരിക്ക ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത് ഏതായാലും ഇത് ആക്രമിച്ചേ മതിയാകൂ എന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിനോട് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ ആദ്യം തന്നെ കയറി ന്യൂക്ലിയർ സ്ഥലങ്ങളങ്ങോട്ട് ആക്രമിക്കുക, എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചിന്തിച്ചാൽ മതി, എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നതാണ്. പക്ഷേ ബൈഡൻ പതുക്കെ ഹി വാസ് സർജിങ് റിസ്ട്രെയിൻഡ്, ഒരു നിയന്ത്രണത്തിൽ പോകാം എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ വെപ്പൺ ഓൾമോസ്റ്റ് റെഡി എന്ന് ആക്കാവുന്ന സാഹചര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ആക്രമിച്ച് തീരൂ എന്നുള്ള അവസ്ഥയിലേക്ക് ബൈഡൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വെപ്പൺസ് റെഡിയായി എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തി എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ട്രംപ് വരാൻ വേണ്ടി കാത്തു നിൽക്കില്ല, അതിനു മുമ്പ് തന്നെ ആക്രമണം നടന്നേക്കാം. ഈ അറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റ്സ് ആക്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്നു. അതേപോലെ തന്നെ ഇറാനും കേട്ടു, ഇറാനും കൺവിൻസ്ഡാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഈ ഇഖ്തദാർ എന്ന് പറയുന്ന മൈറ്റ്, ശക്തി എന്ന പേരിൽ മിലിറ്ററി എക്സർസൈസ് നടത്തുന്നത്. അവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ഇറാനിൽ അവർ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന പറഞ്ഞാൽ ഈ മലയിടുക്കുകൾ തുറന്നിട്ടാണ്. അതായത് മുകളിൽ നിന്ന് നോക്കിയാൽ മലയാണെന്ന് തോന്നുകയും എന്നാൽ അതിനിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ തുറന്നിട്ട് അതിനിടയിലാണ്. അപ്പോൾ ഈ IAEA വന്ന് പരിശോധിക്കുമ്പോൾ ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് കൃത്യമായി കാണുന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് 60% സമ്പുഷ്ടമായ യുറേനിയം അവരുടെ കൈവശമുണ്ടെങ്കിൽ അത് 90% എത്തിക്കാനും അങ്ങനെ ആയുധം നിർമ്മിക്കാനും പറ്റും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ അതെന്തായാലും ഭീഷണിയാണ്. അപ്പോൾ ആ ഭീഷണി വരുന്നതിന് മുമ്പ് ഇനി അവസാന ഘട്ടം എന്ന നിലയിൽ എന്തെങ്കിലും എടുത്തു വെച്ച് ഉപയോഗിക്കാം എന്നൊരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്കോ അവർ കടന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ബൈഡൻ പോകുന്നതിന് മുമ്പ് ഇനി അതിൻ്റെ നാണക്കേടുടെ പേരണ്ടാലോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? അതായത് ഈ കിട്ടുന്ന തക്കത്തിനുള്ളിൽ അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള സാഹചര്യം കൊടുക്കണ്ട. അതിപ്പോൾ എത്ര ദിവസത്തെ ഗ്യാപ്പായാലും പ്രശ്നമില്ല. പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അടിച്ച് നിരപ്പാക്കിയിട്ട് പോകാം എന്നുള്ളതാണ് ബൈഡന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇപ്പോൾ ഇറാനെ പേടിക്കേണ്ട. ഈ പറഞ്ഞ അവരുടെ ഈ എയർ ഡിഫൻസസ് മോശം, പ്രോക്സിസ് പോയി, പിന്നെ അവരെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുറേ റോക്കറ്റ്സ് വിടും, അതൊക്കെ അങ്ങനെ നടക്കുമല്ലോ. അത് അധികം കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഉപയോഗിച്ച് ഇത് തകർക്കാം എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അത് ഇസ്രായേൽ തന്നെത്താൻ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്ന മട്ടാണ് കാണുന്നത്. അത് ട്രംപ് വരണമെന്നില്ല. ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ എന്ത് സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആക്രമിക്കും. പക്ഷെ അതുവരെ കാത്തു നിൽക്കില്ല എന്നുള്ള പോലെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ വനിത എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ചൊരു ഷിയ ഒരു മത നേതാവ് അവരുടെ അടുത്ത് തലയിൽ തലപ്പാവില്ല അല്ലെങ്കിൽ മൂടിയില്ല. അപ്പോൾ അവർ പെട്ടെന്ന് അവർ തലപ്പാവ് അയാളെയും തട്ടിപ്പറിച്ചിട്ട് അത് മൂടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ഇറാനിലെ ജനത അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ ഭരണകൂടത്തെ മടുത്തു അല്ലേ? എപ്പോൾ വേണമെങ്കിലും ഒരു ആഭ്യന്തര കലാപം പോലെയുള്ള സംഭവങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടാം. അതുകൊണ്ട് പെട്ടെന്ന് ഈ അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള മത നേതാക്കൾ അവർ സമ്മർദ്ദം ചെലുത്തി ഈ പറയുന്ന പോലെ ഒരു ആണവായുധം ഉണ്ടാക്കി നമുക്ക് അറ്റാക്ക് ചെയ്തേക്കാം, അതോടുകൂടി നമ്മൾ ചിലപ്പോൾ ഇല്ലാതായി പോകും, അങ്ങനെയുള്ളൊരു ചില തീരുമാനങ്ങളിലേക്ക് അവർ കടന്നുകൂടാഴിയില്ലല്ലോ അല്ലേ? കടന്നുകൂടാകില്ല. അല്ല, പൊതുവിൽ അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് തീരെ മടുത്തു പലർക്കും എന്നുള്ളതാണ്. മാത്രമല്ല സ്ത്രീകളൊക്കെ പുറത്തൊന്നും പോകുന്നില്ല. അതേപോലെ ഈ മോസ്കിൽ പോയിട്ട് ഇവരുടെ പ്രസംഗങ്ങളൊന്നും കേട്ട് പ്രസംഗത്തിൽ മയങ്ങിയിരിക്കാമല്ലോ. അവരൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റും മറ്റു മാർഗങ്ങളൊക്കെ വഴി മനസ്സിലാക്കുന്നു. ലോകം മുഴുവനും മുന്നോട്ട് പോയി 2025 എത്തി നിൽക്കുകയാണ്. ഇറാൻ ഇപ്പോഴും 1979-ലാണ്. ആ ഇറാനിലെ ഷാ പോകുന്ന സമയത്ത് എങ്ങനെ നിന്നോ അതിൽ നിന്നും വേറെ ശാസ്ത്ര സാങ്കേതികമായിട്ടൊന്നും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. മാത്രമല്ല ആകെയുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കറ്റ്, അതേപോലെ ടണല്, അതേപോലെ ഇങ്ങനത്തെ ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. രാജ്യത്തിന് ഉപകാരപ്രദമായ ഒന്നും നടക്കുന്നില്ലെന്ന്
മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് ത്രൂ ദി ഇൻ്റർനെറ്റ് ആൻഡ് അതർ മീൻസ്. മറ്റേ ഇപ്പോൾ ഈ മുള്ളാക്ക പ്രാർത്ഥിക്കണം മാത്രമല്ല അവർ കേൾക്കുന്നത്, പുറത്തുനിന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ തുടക്കം കുറിച്ചത് അമേരിക്ക പൂർത്തീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അമേരിക്ക പൂർത്തീകരിക്കാൻ ബദ്ധശ്രദ്ധരാണ് അവർ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്നത് ഇറാനെ ആക്രമിച്ചേക്കും, US എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുന്നൊക്കെയാണ്. ഇപ്പോൾ ഒരു കാരണം കണ്ടെത്തി, അതായത് അനധികൃതമായിട്ട് ഇവർ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു, അത് ലോകത്തിന് തന്നെ ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ നശിപ്പിക്കാൻ രംഗത്തിറങ്ങുന്നു പറഞ്ഞിട്ടൊരു നരേറ്റീവ് സൃഷ്ടിക്കാനും അമേരിക്കയ്ക്ക് പറ്റുമല്ലോ അല്ലേ? മാത്രമല്ല നിലവിൽ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യം കൂടെയാണ്. അപ്പോൾ ആ ഞങ്ങളുടെ ഉപരോധം ഉണ്ടായിട്ടും അത് ലംഘിച്ചവർ ആണവായുധം നിർമ്മിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നിർമ്മാണമായിട്ട് വരുന്നു എന്നൊരു തെളിവ് വെച്ചിട്ട് അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാം എന്ന് ഏകദേശം ഇറാനും കൺവിൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് അവർ ഇഖ്തദാർ എന്ന് പറയുന്ന മൈറ്റ് എന്നുള്ള പേരിലുള്ള മിലിറ്ററി എക്സർസൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.